നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അഖിലും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുക്കിംഗ് ഒന്നും വലുതായിട്ട് എനിക്ക് ചെയ്യേണ്ട ആവശ്യം വരില്ല. എല്ലാം അമ്മ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് എൻ്റെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ജോലികളുണ്ടെങ്കിൽ മാത്രമേ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ കട്ടൻ ചായ കുടിച്ചിട്ട് എനിക്ക് തുണിയൊക്കെ പാത്രമൊക്കെ ഒന്ന് കഴുകണമായിരുന്നു. അപ്പം അമ്മേനെ എന്തെല്ലാം ഹെൽപ്പ് ചെയ്യണ്ടേ, അതുകൊണ്ട് ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചു. കുറച്ച് അധികം പാത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അടുക്കള എന്നൊക്കെ പറയുന്നത്, ഞങ്ങളുടെ വീട് കുഞ്ഞു വീടാണ്. അപ്പോൾ അടുക്കള എന്ന് പറയുമ്പോൾ നല്ല ചെറിയ അടുക്കളയാണ്. ഒരുപാട് സ്ഥലവും സൗകര്യങ്ങളൊന്നുമില്ല. ചെറിയൊരു അടുക്കളയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. വീഡിയോ എടുക്കാനും വലിയ പാടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പം ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വയ്ക്കുകയാണ് കേട്ടോ. ഒരുപാട് പാത്രങ്ങളുണ്ട്. അതുപോലെ ഇന്ന് ഞങ്ങൾക്ക് പുറത്ത് പോകണം. ഞാനും അനിയത്തിയും പുറത്ത് പോകുന്നുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ജോലികളൊക്കെ ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പോയിട്ട് വരാം. ബസ്സിലാണ് പോകുന്നത്, വണ്ടിയില്ല, സ്കൂട്ടറില്ല. ചെറിയൊരു ആക്സിഡൻ്റ് ആയിട്ട് സ്കൂട്ടറും കുറച്ച് പണിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വണ്ടി ഇല്ല. അപ്പോൾ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ നേരത്തെ പോയിട്ട് നേരത്തെ തിരിച്ചു വരണം. അപ്പോൾ രാവിലെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ട് ചോറിനുള്ള വെള്ളം വയ്ക്കുകയാണ് കേട്ടോ. കുക്കറിലാണ് ചോറ് വയ്ക്കുന്നത്. ഇവിടെ കുക്കറിലാണ് ചോറ് വയ്ക്കുന്നത്. റേഷൻ അരിയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും കുക്കറിൽ വയ്ക്കുമ്പോൾ. അപ്പോൾ ചോറിനുള്ള വെള്ളം വെച്ചിട്ട് ഞാൻ പോയിട്ട് എൻ്റെ കുറച്ച് തുണികളുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് അലക്കിയിടുകയാണ്. കുറച്ച് അധികം തുണികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കൊണ്ടുവന്ന തുണികളിൽ എല്ലാം യൂസ് ചെയ്ത് ഞാൻ കുറച്ച് തുണികളെ കൊണ്ടുവന്നുള്ളൂ. അതെല്ലാം യൂസ് ചെയ്ത് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകണമായിരുന്നു. അപ്പോൾ അതെല്ലാം കഴുകി ടെറസിൽ വിരിച്ചിടുകയാണ്. അവിടെ നന്നായിട്ട് വെയിൽ കിട്ടും. അപ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും അവിടെ വിരിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ തുണിയൊക്കെ കഴുകി ഉണക്കുകയാണ്. കല്ലിലാണ് കേട്ടോ കഴുകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കല്ലിൽ കഴുകുന്നതാണ് ഇഷ്ടം. പെട്ടെന്ന് തുണിയെല്ലാം അഴുക്കൊക്കെ പെട്ടെന്ന് പോവും. വാഷിംഗ് മെഷീനിൽ ഇടുന്നത് എനിക്ക് വലിയ താല്പര്യമില്ലാത്തത് കേസാണ്. പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ വാഷിംഗ് മെഷീനിൽ ഞാൻ ഇട്ട് അലക്കും. ഇവിടെ ഇല്ല. അപ്പോൾ ചോറ് വെച്ചു കേട്ടോ. ഞാൻ അലക്കിയിട്ടൊക്കെ വന്നപ്പോൾ ചോറ് വെച്ചു. പിന്നെ പായസം ഞാൻ റെഡിയാക്കിയായിരുന്നു. ഇടയ്ക്ക് കറികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു ലഞ്ചായിരുന്നു. പായസം ഉൾപ്പെടെ ഉള്ളൊരു ലഞ്ചായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു 3 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ അത് അനിയത്തിയാണ് നടന്നു പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിന്നിട്ട് ഒരുപാട് സമയം നിന്നിട്ട് ഒരു അരമണിക്കൂറിന് മേലെ നിന്നു. എന്നിട്ടാണ് ബസ് കിട്ടിയത്. ബസ്സല്ല, ടെമ്പോയാണ് കേട്ടോ കിട്ടിയത്. ചെറിയ ടെമ്പോ ആണ് കിട്ടിയത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് അനിയത്തിക്ക് ഡ്യൂട്ടിക്ക് കയറണമായിരുന്നു. ഡ്യൂട്ടിക്ക് കയറാൻ വേണ്ടിയിട്ട് കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ടുള്ള റിസൾട്ട് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. അപ്പം കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ ഡ്രസ്സ് എടുക്കണം. അപ്പോൾ അവിടെ കുറച്ച് നേരം ഒരു അരമണിക്കൂറോളം ഇരുന്നു കേട്ടോ. അവിടെ വേറെ ആരും ഇല്ലായിരുന്നു, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ തുണി എടുക്കാൻ വേണ്ടിയിട്ട് പോയി. എനിക്കും അനിയത്തിക്കും തുണി എടുക്കാൻ വേണ്ടി പോയി. പക്ഷെ ഞാൻ എടുത്തില്ല കേട്ടോ. എനിക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അവളൊരു ജീൻസ് മാത്രമേ എടുത്തുള്ളൂ. ടോപ്പൊന്നും എടുത്തിട്ടില്ല. ടോപ്പൊന്നും ഇഷ്ടപ്പെട്ടില്ല. കളക്ഷൻ കുറവായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ടോപ്പുകളൊക്കെ നോക്കിയായിരുന്നു, പക്ഷേ കിട്ടിയില്ല കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എല്ലാം വലിയ സൈസാണ്. എനിക്ക് സ്മോൾ സൈസ് മതി. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് അവൾക്കൊരു ജീൻസൊക്കെ തപ്പി ഇഷ്ടപ്പെട്ട ഒരെണ്ണം കിട്ടി. അപ്പോൾ അതും എടുത്തുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഞങ്ങൾ ജ്യൂസോ എന്തെങ്കിലും കുടിക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങളൊരു ബേക്കറിയിൽ പോയി. അവിടുന്ന് ഒരു ബ്ലാക്ക് കറൻറ്റിൻ്റെ ഷേക്കും വാങ്ങിച്ചു. പിന്നെ ഒരു മിൻറ്റ് ലൈമും മേടിച്ചു. ഞങ്ങൾ ഷെയർ ചെയ്ത് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിങ്ങനെ പയ്യെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങളിപ്പം വന്നത് ആറ്റിങ്ങിലാണ്. അവിടെ വന്നിട്ട് ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി ചായ കുടിച്ചപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ കൂടുതൽ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ബൈ.